മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വാണിയമ്പലം റെയിൽവേ മേൽപ്പാത അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിലാണ് പ്രിയങ്ക ഗാന്ധി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് വ്യക്തതയ്ക്കായി തിരികെ നൽകിയെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിനുള്ള കാലതാമസമാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്നും റെയിൽവേ അധികൃതർ യോഗത്തിൽ പറഞ്ഞു. ദിവസം 14 തവണയോളം ഗേറ്റ് അടച്ചിടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിന് സമയപരിധി തീരുമാനിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 28 ലക്ഷം രൂപ അനുവദിച്ച തുവൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മാണത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രവൃത്തിയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു വരുന്നതായി ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ അറിയിച്ചു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കണമെന്നും യോഗത്തിൽ അവർ നിർദ്ദേശം നൽകി. നിലമ്പൂർ അടിപ്പാതയുടെ ഗിർദർ ലോഞ്ചിങ്ങും പ്രാരംഭ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗും പൂർത്തിയായി. മഴക്കാലം വരുന്നത് കണക്കാക്കി സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ പ്രധാന കവാടത്തിൽ തടസ്സമുണ്ടാകുന്ന സാഹചര്യം രൂപരേഖയിലുണ്ടെന്നും അത് പരിശോധിക്കണമെന്നും അവർ പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ നിലവിലുള്ള കോച്ചുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് റെയിൽവേ ബോർഡിന് നിർദ്ദേശം സമർപ്പിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടു. ശൌചാലയങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ രൂപരേഖയിൽ ശ്രമിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. മേലാറ്റൂർ കുലക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളിലെ സിഗ്നൽ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി യോഗത്തിൽ പറഞ്ഞു. മെമു ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടുന്നതും നിലമ്പൂർ കോട്ടയം ട്രെയിൻ കൊല്ലം വരെ നീട്ടുന്നതും തുവൂർ മേലാറ്റൂർ ചെറുകര സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതും പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചു. ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിരവധി നിവേദനങ്ങളിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പ്രിയങ്ക ഗാന്ധി MP യോഗത്തിൽ ഉന്നയിച്ചു. I have many representations that have been coming to me over the last few months regarding smaller and larger issues to do with the railways. So I thought we should have a meeting and go over all of them one by one. So whether it is small stoppages or improvement and upgradation of facilities at different railway stations, we've discussed everything. I've asked where I can help to put pressure on my part, if I can write to the relevant ministries, whether central government or state government, and move things forward. So we've discussed all that, and I hope that together we'll be able to work in a way that will be helpful for the people of the constituency. AP Anilkumar MLA, പാലക്കാട് ഡിവിഷണൽ അഡീഷണൽ റെയിൽവേ മാനേജർ M. ജയകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലി, പുഷ്പവല്ലി, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, റെയിൽവേ DN ഈസ്റ്റ് അൻസുൽ ഭാരതി, ഗോപു ഉണ്ണിത്താൻ, ബർജാസ് മുഹമ്മദ്, ACM പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓർട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.